നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 23-ാം തീയതി 1201-ാം ആണ്ട് ചിങ്ങമാസം 7-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാണ്. പക്ഷേ ഇന്ന് അമാവാസിയും കൂടിയാണ്. അമാവാസി എന്ന് പറയുമ്പോൾ ചന്ദ്രന് ബലമില്ലാത്ത ദിവസമാണ്. മൊത്തം ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന ദിവസം. അപ്പോൾ ഇന്ന് ഒരു ശുഭകാര്യങ്ങൾക്കും കൊള്ളത്തില്ല, അല്ലെങ്കിലും ശനിയാഴ്ച നല്ലതല്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ കാര്യമാണ്. ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ അമാവാസി ശനിയാഴ്ച. അപ്പോൾ ചിങ്ങമാസത്തിലെ മകൻ നക്ഷത്രം അമാവാസിയും അതേപോലെ ശനിയാഴ്ചയായി വന്നിരിക്കുന്ന ഈ ദിവസം പലതരത്തിലുള്ള കഷ്ടതകൾക്ക് ഇടവരുത്തും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടവരുത്തും. സാമ്പത്തിക നഷ്ടം, ശാരീരിക ബുദ്ധിമുട്ട്, മനപ്രയാസങ്ങൾ, രോഗാദുരിതങ്ങൾ ഇവയ്ക്കൊക്കെ ഇടവരുന്ന കാലയളവാണ് ഈ ഒരു വർഷം വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ അതിജീവിച്ച് പോവാം? പ്രധാനമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ തൊഴണം, ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇതൊക്കെ ചെയ്ത് നമുക്ക് ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ, അത് അമാവാസിയാണ്, ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇരുട്ട് വ്യാപിക്കുന്ന സമയമായതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവായിരിക്കണം. അതിനൊപ്പം തന്നെ രാവുകാല സമയം നോക്കി വേണം ഓരോ യാത്രയ്ക്ക് ഇറങ്ങാൻ. രാവുകാല സമയം വരുന്നത് 9:23 തൊട്ട് 10:55 വരെ രാവുകാല സമയവും, യമകണ്ഠ കാല സമയം വരുന്നത് ശരിക്ക് 1:59 തൊട്ട് 3:31 വരെയും, ഗുളിക കാല സമയം വരുന്നത് 6:19 തൊട്ട് 7:51 വരെയും. ഈ ഗുളികാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വന്നിരിക്കുന്നത് 12:03 തൊട്ട് 12:51 വരെ 48 നേരം. ശരിക്കും പറഞ്ഞാൽ അഭിജിത്ത് മുഹൂർത്തവും കർത്തവാവ് ദിവസമായതുകൊണ്ട് നമുക്ക് എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പം വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ഭാഗ്യദായകമായ അവസ്ഥയ്ക്കും ഇടവരുത്തും. ഇപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.